السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ അഷ്ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ കബായിർ എന്നാൽ വൻപാപങ്ങൾ. 24 അധ്യായങ്ങളാണ് ഇതുവരെ നമ്മൾ വായിച്ചു പൂർത്തീകരിച്ചത്. അൽഹംദുലില്ലാഹ്. 25ാമത്തെ അധ്യായമാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം അടുത്ത അധ്യായമായി പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫിത്തമല്ലുഖി വമദ്ഹിൽ ഇൻസാനി ബിമാ ലൈസ ഫീഹി. ബാബുൻ അധ്യായം, മാ ജാഅ ഫിത്തമല്ലുഖ്. തമല്ലുഖ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ അമിതമായി പുകഴ്ത്തലാണ്, പ്രശംസിക്കലാണ്. അഥവാ അയാളിൽ നിന്ന് വല്ലതും നേടിയെടുക്കുവാൻ വേണ്ടി ധാരാളമായി അമിതമായി പുകഴ്ത്തുക, പ്രശംസിക്കുക, അവനവൻ്റെ സ്വന്തത്തിൻ്റെ വില കുറച്ചു കളഞ്ഞ് ഒരാൾ താഴ്മ കാണിക്കുക എന്നതാണ് അത്തമല്ലുഖ് എന്ന് പറഞ്ഞാൽ. അതുമായി ബന്ധപ്പെട്ട അധ്യായം. അതുപോലെ തന്നെ വമദ്ഹിൽ ഇൻസാനി ബിമാ ലൈസ ഫീഹി. ഒരാൾ വേറൊരാളെ അയാളിൽ ഇല്ലാത്തത് പറഞ്ഞ് പുകഴ്ത്തൽ, പ്രശംസിക്കൽ. ചുരുക്കി പറഞ്ഞാൽ ഒരാളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അയാളെ പുകഴ്ത്തൽ, പ്രശംസിക്കൽ, ധാരാളമായി അയാളെ ആ രൂപത്തിൽ പുകഴ്ത്തി പറയൽ, ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരാളിൽ നിന്ന് വല്ല ഉപകാരവും കിട്ടണം, സാമ്പത്തികമാവട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിൽ ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് വല്ല ഉപകാരവും ലഭിക്കണം. അപ്പോൾ അതിനു വേണ്ടി താൻ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് അയാളെ ധാരാളമായി പുകഴ്ത്തുക. ആ പുകഴ്ത്തലുകൾക്ക് യഥാർത്ഥത്തിൽ ഇയാൾ അർഹനല്ല, എന്നിട്ടുകൂടി അയാളെ പുകഴ്ത്തി പറയുക എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അവന് അനുയോജ്യമല്ല. കാരണം ഉപകാരവും ഉപദ്രവവും കിട്ടലും തടയപ്പെടലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ള അവൻ്റെ കാരുണ്യം അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. ഇനി അള്ളാഹു പിടിച്ചു വെക്കുകയാണ്, ഒരാൾക്ക് നൽകുന്നില്ല എങ്കിലത് അയച്ചുവിടാൻ, നൽകാൻ ഒരാളും ഇല്ല തന്നെ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് സഹോദരങ്ങളെ നമുക്ക് നൽകേണ്ടത്. നമുക്ക് തടയപ്പെടുന്നതും അവൻ്റെ തീരുമാനമനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ മുന്നിൽ അഭിമാനം പണയം വെക്കുന്ന രൂപത്തിൽ തീർത്തും അയാളുടെ കാൽച്ചുവട്ടിൽ പോയി താണ് കേണ് ചോദിക്കുക, അപേക്ഷിക്കുക എന്നത് യോജിച്ചതല്ല. മറിച്ച് അത്തരത്തിലുള്ള ചോദ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമേ നമുക്ക് പാടുള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം വൻപാപങ്ങളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. വൻപാപങ്ങളിൽ പെട്ടതാണ്. അത്തമല്ലുഖ് എന്ന് പറഞ്ഞാൽ അതാണ്. അത്തമല്ലുഖ് അഥവാ അമിതമായി പുകഴ്ത്തുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയും, നിങ്ങളെത്ര മാന്യനാണ്, നിങ്ങളെത്ര ഉദാരശീലനാണ്, നിങ്ങളെത്ര നല്ലവനാണ്, നിങ്ങളെപ്പോലത്തെ ഒരാളെ ദുനിയാവിൽ കിട്ടുമോ? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ ഒരാൾ പിരിവിന് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ ഏതൊരാളോടും ദീനിൻ്റെ കാര്യത്തിനു വേണ്ടി അത്തരം സംരംഭങ്ങളിലേക്ക് അറിയിപ്പ് നൽകുക, ചോദിക്കുക എന്നത് ശറഇൽ അനുവദിക്കപ്പെട്ട രൂപത്തിൽ മാത്രമേ നമുക്ക് പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകൾക്കൊന്നും അർഹതയില്ലാത്ത ഒരാളുടെ മുന്നിൽ പോയിട്ട് പറയാൻ, നിങ്ങളെത്ര നല്ല മനുഷ്യനാണ്, നിങ്ങളെടുത്ത് വന്നാൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ വന്നത്, നിങ്ങളെത്ര കൊടുക്കുന്ന ആളാ, നിങ്ങൾ കൊടുത്തിട്ട് തന്നെയല്ലേ ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ പുകഴ്ത്തുക എന്നത് ശരിയല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ധാരാളമായി ഇതുപോലെ പുകഴ്ത്തി, നന്നായി പുകഴ്ത്തി, അല്ലേ, സാധാരണ പറയാറുള്ളത് പോലെ പൊക്കി അങ്ങ് ഉയർത്തി മേലെ കൊണ്ടുവച്ചു. അവസാനം ഇയാൾ പറയും, കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അടുത്തൊന്നുമില്ല, ഇപ്പം എന്തായാലും തരാനൊന്നുമില്ല, നല്ല ടൈറ്റിലാണ്. ഇത് പറയലോടുകൂടി എന്തായി? ഇയാൾ ഇത്രയും നേരം പുകഴ്ത്തിയതൊക്കെ വെറുതെയായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം തെറ്റാണ്, തിന്മയാണ്, വൻപാപങ്ങളിൽ ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ അധ്യായത്തിൽ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്നും ഒരായത്തിൻ്റെ ഭാഗം ഉദ്ധരിക്കുകയാണ്. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വജ്തനിബു ഖൗല സൂർ, സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്താണ്. വജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കുക, ഖൗല സൂർ, വ്യാജ വർത്തമാനങ്ങൾ. എന്തുകൊണ്ടാണ് വ്യാജ വർത്തമാനങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത്? ഈ ആയത്ത് എങ്ങനെയാണ് ഇവിടെ തെളിവാവുക? ഇതുപോലെയുള്ള അമിതമായ പുകഴ്ത്തൽ യഥാർത്ഥത്തിൽ എന്താണ്? കളവാണ്, ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരു പിശുക്കൻ്റെ അരികിൽ പോയിട്ട് പറയാണ്, നിങ്ങളെത്ര ഉദാരശീലനാണ്, നിങ്ങളെത്ര നന്നായി കൊടുക്കുന്നതാണ്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനായിരിക്കാം, പക്ഷെ പോയിട്ട് പറയുക എങ്ങനെയാണ്, നിങ്ങളെക്കാൾ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയാൽ യഥാർത്ഥത്തിൽ എന്താണ്? കളവാണ്. സൂർ എന്ന് പറഞ്ഞാൽ അൽ ബാത്തിൽ, വ്യർത്ഥമായത്, അടിസ്ഥാനരഹിതമായത്, വ്യാജമായത്, കളവ് എന്നൊക്കെയാണ് അതിൻ്റെ തഫ്സീർ. മുന്നേ നമ്മൾ വിശദീകരിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വാക്കുകൾ ഉപേക്ഷിക്കണം, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുകഴ്ത്തലിൽ, പ്രശംസകളിൽ യഥാർത്ഥത്തിൽ കളവ് ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല തന്നെ. ചിലപ്പോൾ ഇയാളിൽ ഇല്ലാത്തതായിരിക്കും, നമുക്കറിയില്ല. ചിലപ്പോൾ അറിയാം ഇയാൾ അങ്ങനെയല്ല, എന്നിട്ടും ആളുകൾ പുകഴ്ത്തി പറയും. ഇതൊക്കെ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നാവുകൊണ്ട് സംഭവിക്കുന്ന തിന്മകളിൽ പെട്ടതാണ്. അത് ഗുരുതരമായ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. വറവൽ ഇമാമു അഹ്മദു അൻ അബി ദാവൂദ عن شعبة عن قيس بن مسلم أنه سمع طارق بن شهاب يحدث عن عبد الله يقول, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മുന്നേ വായിച്ചതൊക്കെ ഈ ഹദീസിൻ്റെ സനദിൽ വന്ന ആളുകളുടെ പേരുകളാണ്. അദ്ദേഹം പറയുന്നു, ഇന്നർ റജുല, തീർച്ചയായും ഒരാൾ, ഒരു മനുഷ്യൻ, ലയഖ്റുജു മിൻ ബൈതിഹി വമഅഹു ദീനുഹു ഫയൽഖ الرجل وله إليه حاجة فيقول له أنت كيت وكيت يثني عليه
ലഅല്ലഹു അൻ യഖ്ദിയ മിൻ ഹാജതിഹി ഷൈഅൻ ഫയുസ്ഖിതു അല്ലാഹു അലൈഹി ഫയർജിഉ വമാ മഅഹു മിൻ ദീനിഹി ഷൈഉൻ. ഇന്ന റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ, ഒരാൾ, ഒരു വ്യക്തി, ലയഖ്റുജു മിൻ ബൈതിഹി, അയാൾ തൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങും, വമഅഹു ദീനുഹു, അയാളുടെ കൂടെ അഥവാ അയാളോടൊപ്പം അയാളുടെ ദീൻ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ, മുഅ്മിനായ, വിശ്വാസിയായ ഒരു മനുഷ്യൻ അയാൾ തൻ്റെ വിശ്വാസത്തോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. ഫയൽ ഖർറജുല, അങ്ങനെ പുറത്തേക്കിറങ്ങി അയാളുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ അയാൾ ഒരാളെ കണ്ടുമുട്ടും. വലഹു ഇലൈഹി ഹാജത്തുൻ, ആരെയാണോ ഇയാൾ കണ്ടുമുട്ടിയത് അയാളിൽ നിന്നും ഇയാൾക്ക് ആവശ്യമുണ്ട്, വല്ലതും നേടിയെടുക്കേണ്ടതുണ്ട്, കിട്ടേണ്ടതുണ്ട്. ഫയഖൂലു ലഹു, അപ്പോൾ ഇയാൾ പറയും, അൻത കൈത വകൈത, നിങ്ങൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഒരു പിരിവിന് ഇറങ്ങിയതാണ്, സാമ്പത്തികമായി ആവശ്യമുണ്ട്. അപ്പോൾ ഇയാളുടെ അരികിൽ പോയിട്ട് പറയുകയാണ്, നിങ്ങളെത്ര നല്ല മനുഷ്യനാണ്, നിങ്ങളെത്ര കൊടുക്കുന്ന ആളാണ്, നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വന്നത്, നിങ്ങളടുത്ത് വന്നാൽ കിട്ടാതിരിക്കുകയില്ല, ഉറപ്പാണ്. ഈ രൂപത്തിൽ ഇയാളെ ഇങ്ങനെ പുകഴ്ത്തും, നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ്. യുസ്നി അലൈഹി, അയാളെ പുകഴ്ത്തും, പ്രശംസിക്കും. ലഅല്ലഹു അൻ യഖ്ദിയ മിൻ ഹാജതിഹി ഷൈഅൻ, ഇയാൾ തൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. ഫയുസ്ഖിതുല്ലാഹു അലൈഹി, ഇയാളുടെ ഈ സംസാരം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് കോപിക്കും. ഫയർജിഉ വമാ മഅഹു മിൻ ദീനിഹി ഷൈഉൻ, അങ്ങനെ അയാൾ ഇയാളുടെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങും, അയാളുടെ ദീനിൽ നിന്ന് ഒന്നും ഇല്ലാത്ത രൂപത്തിൽ. എന്ന് പറഞ്ഞാൽ അയാളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലായിരിക്കും അയാൾ തിരിച്ചു വരിക. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനു മാത്രമല്ല ദുനിയാവും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ തിരിച്ചു വരിക. കാരണം ഈ പുകഴ്ത്തലുകളൊക്കെ നടത്തിയിട്ടും അയാൾക്ക് ദുനിയാവിൽ നിന്ന് ഇയാൾ ഉദ്ദേശിച്ചത് കിട്ടുകയില്ല, ചിലപ്പോൾ ഇയാൾ കൊടുക്കുകയില്ല, ഇയാളടുത്ത് കിട്ടുകയില്ല. ഇപ്പം ദീനും ദുനിയാവും ഒരുപോലെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുക എന്നാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപവും ഇയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ നോക്കൂ, എത്ര ഗുരുതരമായ കാര്യമാണ് ഇത്. പലപ്പോഴും സംഭവിക്കുന്നതാണ്, അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും സംഭവിച്ചു പോകുന്ന കാര്യമാണിത്. ദീന് കൊണ്ട്, അതല്ലെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് അറിയപ്പെട്ട ആളുകളല്ലാത്ത, പണക്കാരനായിരിക്കും, നല്ല പൈസ ഉണ്ടാവും, പക്ഷേ ദീനിനെതിരായ പല പ്രവർത്തനങ്ങളും അയാളിലുണ്ടാകും. എന്നാലും ചിലപ്പോൾ അയാളുടെ അടുക്കൽ പോയിട്ട് അയാളെ ഇങ്ങനെ പുകഴ്ത്തും, പ്രശംസിക്കും. യഥാർത്ഥത്തിൽ അത് ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ ചില റിവായത്തുകളിൽ നമുക്ക് ഇപ്രകാരം കാണാം, ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ഫയൽ ഖർറജുല, അയാൾ ഒരു മനുഷ്യനെ കണ്ടുമുട്ടും. ലാ യംലികു ലഹു വലാ ലിനഫ്സിഹി ളർറൻ വലാ നഫഅ, ഇയാൾ തൻ്റെ സ്വന്തത്തിൻ്റെ കാര്യമോ മറ്റുള്ളവരുടെ കാര്യമോ ഉടമസ്ഥതയിൽ ഇല്ലാത്തയാളാണ്. അതായത് ഇയാൾ സ്വന്തത്തിന് തന്നെ ഉപകാരം ചെയ്യാനോ അല്ലെങ്കിൽ ഉപദ്രവം തടുക്കാനോ ഒന്നും കഴിവില്ലാത്ത ദുർബലനായ ഒരു മനുഷ്യനാണ്. അയാളുടെ സ്വന്തത്തിനോ മറ്റുള്ളവരുടേതോ ഒരു കാര്യത്തിനും ശക്തിയില്ലാത്ത, കഴിവില്ലാത്ത ഒരാളാണ്. ഫയുഖ്സിമു ലഹു ബില്ലാഹ്, ഈ മനുഷ്യൻ എന്ത് ചെയ്യും? വല്ലാഹി, അള്ളാഹുവാണ് എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയും, ഇന്നക ലദൈത വദൈത, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പുകഴ്ത്തും. പക്ഷേ ഇയാൾ എന്താണോ ഉദ്ദേശിച്ചത് അതും ലഭിക്കുകയില്ല. മാത്രമല്ല അള്ളാഹുവിൻ്റെ കോപം
നേടിയെടുത്തവനായിക്കൊണ്ട് ദീന് നഷ്ടപ്പെടുന്ന രൂപത്തിൽ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിയമമാക്കിയ അവൻ്റെ ദീനിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പരസ്പരം വതആവനു അലൽ ബിർരി വത്തഖ്വ, നമുക്കറിയാം പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക എന്നത് അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. നല്ല കാര്യത്തിൽ, അതുപോലെ തന്നെ ദീനിയായ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പരസ്പരം സഹായിക്കണം. ഇനി ദുനിയാവിൻ്റെ കാര്യമായിരിക്കാം, നന്മയിൽ പൊതുവെ സഹായിക്കുക എന്നത് നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും ചെയ്യരുത്. അപ്പം നന്മയിൽ പരസ്പരം സഹായിക്കുക എന്നത് ശറഈൽ അനുവദിക്കപ്പെട്ടതാണ്. അപ്പം ആ സഹായം ചോദിക്കുമ്പോൾ, അതിനുവേണ്ടി ആളുകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ നമ്മൾ പാലിച്ചിരിക്കണം. നമ്മൾ കാര്യം പറയുക, ഇന്ന മാതിരിയാണ്, ഇന്ന രൂപത്തിലാണ്. ഒരു പള്ളിയുടെ ആവശ്യത്തിന് പോവാൻ നമ്മളൊരു പള്ളിക്ക് ഇങ്ങനെ ചിലവുണ്ട്, ഇങ്ങനെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നു പറയുക, ബോധിപ്പിക്കുക, അയാൾ തരുന്ന സംഭാവന വാങ്ങുക. അതല്ലാതെ പോയിരുന്ന് ഇയാളെ മൗലൂദ് പാടരുത്. വലിയ വലിയ പണക്കാരുടെ മുന്നിൽ ചെന്ന് വളരെ നിന്ദ്യതയോടുകൂടി സംസാരിക്കുക എന്നത് ശരിയല്ല. അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്, അത് കളവാണ്. ഇല്ലാത്ത കാര്യം ഒരാളെക്കുറിച്ച് പറയാന്നുള്ളത് എത്ര മോശമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അല്ലാഹു അവർക്ക് ഒരു പോം വഴി ഒരുക്കി നൽകുന്നതാണ്, എവിടെയും കുടുങ്ങിപ്പോവുകയില്ല. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകും, ഉപജീവനം നൽകും, ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. മനുഷ്യന്, ഒരു മുസ്ലിമിന് ഇസ്സത്തുണ്ട്, അഭിമാനമുണ്ട്. അതൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിൽ മറ്റൊരാളുടെ മുന്നിൽ പോയി ചോദിക്കുക, ഈ രൂപത്തിൽ പെരുമാറുക എന്നത് ഒരിക്കലും ശരിയല്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ് നമ്മുടെ വിഷയം. നമ്മൾ മുന്നേ വായിച്ചു പോയ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുബ്ഗിദുൽ ബലീഗ മിനർ റിജാൽ, ബലീഗായി സംസാരിക്കുന്ന ഒരാളോട് അല്ലാഹു തആല കോപിക്കും. എന്താണ് ബലീഗായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ? വാചാലനായി, നാവ് നിറച്ചും വായി നിറയെ സംസാരിക്കുക എന്നത് ഇതിൽപ്പെട്ടതാണ്. ഈ രൂപത്തിൽ പോയി അവിടെ ഇരുന്നത് മുതൽ പിന്നെ വർത്താനം നിർത്തൂല, ഇയാൾ പൈസ തരുന്നത് വരെ ഇയാളിങ്ങനെ പുകയത്തി നാവും വായയും വയറും ഒക്കെ നിറഞ്ഞിട്ട് നിൽക്കും. അപ്പോഴാണ് പറയുന്നത് കാര്യമൊക്കെ ശരിയാണ്, ഇപ്പം നടക്കൂല. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ഷെയ്ഖ് റഹിമഹുല്ല ഒരായത്തും ഈ ഹദീസുമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഈ അദ്ധ്യായത്തിൽ. അതുകൊണ്ട് ഈ അദ്ധ്യായത്തിൻ്റെ ചുരുക്കം അത്തമല്ലുഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്ന് വല്ലതും നേടിയെടുക്കാൻ അയാളെ പുകഴ്ത്തുക, പ്രശംസിക്കുക. അതുപോലെ ഒരാളിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അയാളെ പുകഴ്ത്തുക, ഇത് വൻപാപമാണ്. 26-ാമത്തെ അധ്യായം ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫിൻ നഹി അൻ കൗനിൽ ഇൻസാനി മദ്ദാഹൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ധാരാളമായി പുകഴ്ത്തുന്ന, പ്രശംസിക്കുന്നവനായി തീരുക എന്നത് വിരോധിച്ചുകൊണ്ടുള്ള അധ്യായം, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിശദീകരിക്കുന്ന അധ്യായം. തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം തന്നെയാണ് ഇതും. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും
ബലില്ലാഹു യുസക്കി മൻ യശാ സൂറത്തു നിസായിലെ 49-ാമത്തെ ആയത്താണിത്. അള്ളാഹു ചോദിക്കുകയാണ്. ഈ ആയത്ത് അവതരിച്ചത് യഥാർത്ഥത്തിൽ യഹൂദ നസാറാക്കളുടെ വിഷയത്തിലാണ്. അവർ തങ്ങളുടെ സ്വന്തത്തെ പുകഴ്ത്തി പ്രശംസിച്ചു പറയും. അള്ളാഹു ചോദിക്കുകയാണ്, അലം തറ, ഓ നബിയെ താങ്കൾ കണ്ടില്ലേ, ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വന്തത്തെ പുകഴ്ത്തുന്ന പരിശുദ്ധപ്പെടുത്തുന്ന ആളുകളിലേക്ക് താങ്കൾ നോക്കുന്നില്ലേ, താങ്കൾ അവരെ കാണുന്നില്ലേ? ബലില്ലാഹു യുസക്കി മൻ യശാ, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ ഉദ്ദേശിച്ചവർക്ക് പരിശുദ്ധി നൽകുന്നത്. ഒരാൾക്കും അവനവനെ പരിശുദ്ധപ്പെടുത്തുക എന്നത് സാധ്യമല്ല, അത് ശരിയല്ല. മറിച്ച് അള്ളാഹുവാണ് ഓരോരുത്തരെയും പരിശുദ്ധപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കും പരിശുദ്ധി നൽകുന്നത് അള്ളാഹുവാണ്. അവൻ്റെ ഔദാര്യമാണ്, അവൻ്റെ കാരുണ്യമാണ്. യഹൂദ നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിദണ്ഡവാദങ്ങളും ഉണ്ടായിരുന്നു. അവർ പറയാറുള്ളതായി കാണാം പരിശുദ്ധ ഖുർആനിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, യഹൂദ നസാറാക്കളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് സൂറത്തു നിസായിലെ 49-ാമത്തെ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. അവർ പറയാറുണ്ടായിരുന്നു, അവരുടെ അവകാശവാദത്തിൽപ്പെട്ടതാണെന്ത്, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അതുപോലെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുമാണ്. ഇതെന്തിനാണ് ഈ പറയുന്നത്? ആളുകൾക്കിടയിൽ വലിയ സ്ഥാനം ലഭിക്കുവാൻ. അതുപോലെ തന്നെ അവർ പറയാറുണ്ടായിരുന്നു, വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, യഹൂദിയോ നസ്രാനിയോ ആവാതെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നവർ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ചില ആയത്തുകളിൽ കാണാം, നമ്മൾ കുറച്ചു കാലം മാത്രമേ നരകത്തിൽ പ്രവേശിക്കുകയുള്ളൂ, നരകത്തിൽ കിടക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സ്വർഗത്തിലാക്കും എന്ന അർത്ഥത്തിൽ. ഇങ്ങനെ പല വാദങ്ങളും അവർക്കുണ്ടായിരുന്നു. അവരെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട്, അവരെ സ്വയം പുകഴ്ത്തിക്കൊണ്ട്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇത് കാണുന്നില്ലേ, അവർ തങ്ങളെ പുകഴ്ത്തുന്നത് പരിശുദ്ധപ്പെടുത്തുന്നത് താങ്കൾ കാണുന്നില്ലേ? സഹോദരങ്ങളെ, ഇങ്ങനെ ധാരാളമായി പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നത് അത് സ്വന്തത്തെ ആയാലും മറ്റുള്ളവരെ ആയാലും യഥാർത്ഥത്തിൽ ആക്ഷേപാർഹമായ കാര്യമാണ്. സ്വന്തത്തെ പുകഴ്ത്തുക എന്നത് ഫലാ തുസക്കു അൻഫുസക്കും, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ പരിശുദ്ധപ്പെടുത്തരുത്. ഞാൻ കുഴപ്പമില്ല, ഞാൻ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഒരിക്കലും സ്വന്തത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല. എന്നതുപോലെ തന്നെയാണ് മറ്റുള്ളവരെക്കുറിച്ചും പുകഴ്ത്തുക, പ്രശംസിക്കുക, അമിതമായി ഇതുപോലെ പറയുക എന്നത് ആക്ഷേപാർഹമായ കാര്യമാണ്. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കളവ് കടന്നുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ നമ്മൾ ഒരാളെ പുകഴ്ത്തും പ്രശംസിക്കും, അയാളിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും, അത് അയാളിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ നമുക്കറിയാം അയാൾ അങ്ങനെ ഉള്ള ആളല്ല, ഒരുപാട് കൊടുക്കുന്ന ആളൊന്നല്ല. എന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അയാളോട് പോയി പറയും, നിങ്ങൾ എത്ര കൊടുത്തിട്ടുണ്ട്, ഈ കാണുന്ന പള്ളികളൊക്കെ നിങ്ങൾ സംഭാവനയല്ലേ, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തല്ലേ എന്നൊക്കെ വെറുതെ അടിച്ചുവിടും. അപ്പം അത് യഥാർത്ഥത്തിൽ എന്താണ്? കളവുകൾ അറിയാതെ കടന്നു വരികയാണ്. അയാളിൽ ഇല്ലാത്തത് നമ്മൾ പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ അപകടം എന്താണ്? ഇങ്ങനെ ഒരാൾ നമ്മെക്കുറിച്ച് നമ്മുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അതുകൊണ്ട് നമ്മെക്കുറിച്ച് അത്ഭുതം തോന്നും. ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങളെപ്പോലത്തെ ഒരു ആബിദായ നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അനങ്ങാതെ നടന്നു പോയാലും കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ മനസ്സിലേക്ക് കയറി വരും. എന്നാൽ അയാൾ പറഞ്ഞുള്ളത് തന്നെയല്ലേ, എന്നാലൊരു സാധ്യത ഇല്ലാതില്ല എന്ന തോന്നൽ നമുക്കുണ്ടാകും. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്ത ഒരിക്കലും പാടില്ലാത്തതാണ്. നിർഭയനായിരിക്കുക എന്നത് പാടില്ല. അത് കപടവിശ്വാസിയുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ
നന്മകൾ ചെയ്യും, അതോടൊപ്പം പേടിയിലായിരിക്കും. എത്ര നന്മകൾ ചെയ്യുന്നോ അതിനനുസരിച്ച് പേടിക്കും. എത്ര നന്മകൾ ചെയ്യുന്നോ അതിനനുസരിച്ച് പേടിയുണ്ടാവും. അത് മുഅ്മിനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. എവിടെ തെളിവ്? സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണത്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. മുഅ്മിനീങ്ങൾ അവർ അല്ലാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കും, അഥവാ അവർ ഇബാദത്തുകൾ ചെയ്യും, അതോടൊപ്പം അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ച അവസ്ഥയിലായിരിക്കും. അള്ളാഹുവിലേക്ക്, തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി ചെല്ലേണ്ടതാണല്ലോ എന്ന പേടി അവരെ പിടികൂടിയിട്ടുണ്ടാകും. ആയത്തിൻ്റെ തഫ്സീറിലാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച പ്രസിദ്ധമായ ചോദ്യമുള്ളത്. അവർ ചോദിച്ചു, നബിയെ, അവർ മദ്യപിക്കുന്നവരും മോഷ്ടിക്കുന്നവരും അതുപോലെയുള്ള ആളുകളാണോ? അതുകൊണ്ടാണോ അവർ നന്മകൾ ചെയ്യുമ്പോൾ പേടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ, മറിച്ച് അവർ നിസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അവർ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, അതോടൊപ്പം അവർ അത് സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്ന ഭയപ്പാടിലുമായിരിക്കും. അപ്പം മുഅ്മിനിന്റെ അടയാളമാണ്, എത്ര കണ്ട് ഈമാനികമായി ഉയരുന്നുവോ അത്ര കണ്ട് ബേജാറുണ്ടാവും. നേരെ തിരിച്ച് ഒരു കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര കണ്ട് തിന്മകൾ ചെയ്യുന്നുവോ അപ്പോഴൊക്കെ അവൻ്റെ മനസ്സിലുണ്ടാവും എന്താണ്? അള്ളാഹു പുറത്തുതരും, അല്ല പുറത്തുതരും, അല്ല ഗഫൂറാണ്, അല്ല റഹീമാണ്, അതുകൊണ്ട് പേടിക്കാനില്ല. ശിർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, കുറേ കാലം എന്തായാലും അള്ളാഹു നരകത്തിൽ കടത്തൂല, കുറച്ചൊക്കെ തീ ഒക്കെ കൊണ്ടിട്ട് പിന്നെ സ്വർഗത്തിൽ വരാലോ എന്ന നിർഭയത്വത്തിലായിരിക്കും, എന്ന പ്രതീക്ഷ മാത്രമായിരിക്കും, പേടിയുണ്ടാവില്ല. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം കൂറുക എന്നതൊരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ ഒരാളെ അത്ഭുതം കൂറലിലേക്ക് തള്ളിവിടുന്ന കാര്യമാണെന്ത്? അയാളെ മുന്നിൽ വെച്ച് പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നുള്ളത്. ഇതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുകഴ്ത്തലും പ്രശംസയും കൊണ്ടുണ്ടാവുന്ന അപകടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സ്വന്തത്തെ അതല്ലെങ്കിൽ മറ്റുള്ളവരെ പുകഴ്ത്തുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ബലില്ലാഹു യുസക്കി മൻ യശാ. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകളെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധപ്പെടുത്തുക. തസ്കിയത്തുൻ നഫ്സ് എന്നത് രണ്ട് രൂപത്തിലാണ്. തസ്കിയത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മപ്രശംസ. ആക്ഷേപാർഹമായ പ്രശംസയുണ്ട്, അതാണ് ഈ പറഞ്ഞത്. ആക്ഷേപത്തിന് അർഹരാകുന്ന പ്രശംസ. എന്നാൽ അയാൾക്കറിയാം താൻ അതിൻ്റെ ആളല്ല, എങ്കിലും പുകഴ്ത്തലിനും പ്രശംസക്കും ആഗ്രഹിക്കുക. രണ്ടാമത്തത് സ്തുത്യർഹമായ കാര്യമാണ്. അഥവാ നന്മകൾ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, തൗബയും ഇസ്തിഗ്ഫാറുമുണ്ട് ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരാൾ പ്രശംസിക്കപ്പെടുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ അത് നമ്മൾ സ്വന്തമോ അതല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ വെച്ചോ പ്രശംസിക്കപ്പെടുക, പുകഴ്ത്തപ്പെടുക എന്നുള്ളത് നമ്മെ ഇതുപോലെയുള്ള അപകടത്തിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ ഈ ആയത്ത് ആദ്യമായി ഇവിടെ കൊണ്ടുവരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് പരിശുദ്ധി നൽകേണ്ടവൻ. ആര് നമ്മെ പുകഴ്ത്തിയാലും ശരി, ഇകഴ്ത്തിയാലും ശരി, അതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, നമ്മെ ബാധിക്കുന്ന കാര്യമല്ല. മറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്ന അല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പരിശുദ്ധി പ്രാപിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമോ കാരുണ്യമോ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾക്ക് പോലും പരിശുദ്ധി പ്രാപിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധി നൽകും. അല്ലാഹു അവരെയാണ് ഈമാനികമായി അതുപോലെ നന്നായി കൊണ്ടുവരിക. അവർക്കാണ് അല്ലാഹു ഹൃദയ വിശുദ്ധി നൽകുക.
അവർക്കാണ് സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകുക. നോക്കൂ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പെട്ടതാണത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മറ്റൊരായത്തിൽ നമുക്ക് കാണാം, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കി തന്നത്. ആ ഈമാൻ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അലങ്കാരമായി തോന്നിപ്പിച്ചതും അള്ളാഹുവാണ്. ഈമാനിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്നതാരാണ്? അള്ളാഹുവാണ്. അതുപോലെ ആ ഈമാൻ പുൽകിയപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആ ഈമാൻ അലങ്കാരമായി കാണാൻ നമുക്ക് സാധിച്ചത് അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതുപോലെ തന്നെ വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫ്ർ നിഷേധം, അതുപോലെ തന്നെ അധർമ്മം, അള്ളാഹുവിനോടുള്ള ധിക്കാരം, അനുസരണക്കേട്, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങൾക്ക്, നമ്മുടെ മനസ്സുകൾക്ക് വെറുപ്പുണ്ടാക്കി തന്നതും അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാകുന്നു സന്മാർഗികൾ. അഥവാ ഈമാനിനോട് ഇഷ്ടം ലഭിച്ച, ഈമാൻ ഹൃദയങ്ങൾക്ക് അലങ്കാരമായി തീർന്ന, നേരെ വിപരീതമായ കാര്യങ്ങളോടൊക്കെ വെറുപ്പുള്ള അങ്ങനെയുള്ള ആളുകളാണ് സന്മാർഗം ലഭിച്ച ആളുകൾ. ഫദ്ലം മിനല്ലാഹി വ നിഅമ, അത് വെറുതെ കിട്ടിയതല്ല, പിന്നെയോ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവുമാണ്. അള്ളാഹു ഔദാര്യം ചൊരിഞ്ഞതാണത്, നമുക്ക് പരമ്പരാഗതമായി വന്നു കിട്ടിയതല്ല. ഈ ഈമാനും ഈമാനിനോടുള്ള മഹബ്ബത്തും ഇഷ്ടവും ഈമാൻ ഹൃദയങ്ങൾക്ക് അലങ്കാരമായി തോന്നിയതുമൊന്നും നമുക്കിങ്ങനെ പരമ്പരാഗതമായി കിട്ടിയ ഒന്നല്ല, മറിച്ച് അത് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് ആസർ മുശ്രിക്കാണ്, കാഫിറാണ്. നേരെ തിരിച്ച് നിങ്ങൾ നോക്കൂ, ഫിറഔനിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ, അള്ളാഹു അവർക്ക് ഈമാൻ നൽകി. ചെറുപ്പത്തിലെ ബിംബങ്ങളും വിഗ്രഹങ്ങളും കണ്ടു വളർന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രവാചകനാക്കി, റസൂലാക്കി, അള്ളാഹുവിൻ്റെ ഖലീലാക്കി. അതുപോലെ തന്നെ ധിക്കാരിയായ, ഞാനാണ് അള്ളാഹു റബ്ബ് എന്നു പറഞ്ഞവൻ്റെ കൂടെ ജീവിച്ച ആസിയ റളിയല്ലാഹു അൻഹ, അവർക്ക് അള്ളാഹു ഈമാൻ നൽകി. നേരെ തിരിച്ച് നിങ്ങൾ നോക്കൂ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഭാര്യമാർ, അവരെ സത്യനിഷേധികൾക്ക് ഉദാഹരണമായിട്ടാണ് അള്ളാഹു കൊണ്ടുവന്നത്. അവർക്ക് ഹിദായത്ത് ലഭിച്ചില്ല, നബിമാരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു, പക്ഷേ ഹിദായത്തിനുള്ള തൗഫീഖ് കിട്ടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, പരമ്പരാഗതമായി പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല ഈമാൻ, ഇസ്ലാം, തൗഹീദ്, സുന്നത്ത് എന്നുള്ളത്, മറിച്ച് അത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യമുന്നൂന അലൈക അൻ അസ്ലമു, ചില ആളുകൾ നബിയെ താങ്കളുടെ അടുക്കൽ വലിയ ഔദാര്യമായി പറയും, അവർ മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ, ഞങ്ങൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ കിട്ടി, ഇസ്ലാമിൻ്റെ അകത്ത് കുറച്ച് ആളുകളുടെ എണ്ണം കൂടി എന്ന നിലക്ക് അങ്ങോട്ട് എന്തോ ഔദാര്യം ചെയ്തതുപോലെ ചില ആളുകൾ പറയും. ഖുൽ, അവരോട് നബിയെ താങ്കൾ പറയുക, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങളുടെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ എന്നോട് നിങ്ങൾ ഇതുപോലെയുള്ള വാക്കുകൾ പറയരുത്, നിങ്ങൾ വലിയ ഔദാര്യം ചെയ്തു എന്ന നിലക്ക് നിങ്ങൾ സംസാരിക്കരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി ഇൻ കുന്തും സ്വാദിഖീൻ, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്കുമേൽ ഈമാൻ, ഹിദായത്ത് എന്ന ഔദാര്യം ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പം സഹോദരങ്ങളെ, തസ്കിയത്ത് എന്നത്, പ്രശംസ എന്നത്, പുകഴ്ത്തൽ എന്നത് അള്ളാഹു ഒരാൾക്ക് നിശ്ചയിച്ച് നൽകേണ്ട ഒന്നാണ്. അത് നമ്മുടെ വക നമ്മെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ നമ്മളിങ്ങനെ പറയുക, പാടിപ്പറയുക, അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പുകഴ്ത്തുക എന്നതൊന്നും ശരിയല്ല, അത് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വലി മുസ്ലിമിൻ അനിൽ മിഖ്ദാദി റളിയല്ലാഹു അൻഹു അന്ന റജുലൻ
جعل يمدح عثمان رضي الله عنه فجثى المقداد على ركبتيه فجعل يحثو في وجهه التراب فقال له عثمان رضي الله عنه ما شأنك؟ قال إن رسول الله صلى الله عليه وسلم قال إذا رأيتم المداحين فاحثوا في وجوههم التراب. المقداد رضي الله عنه അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു സംഭവമാണിത്. ഒരാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്താൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് പുകഴ്ത്താൻ, പ്രശംസിക്കാൻ തുടങ്ങി. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയ ആളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിയാൻ തുനിയുകയാണ്. അദ്ദേഹം മെല്ലെ കാൽമുട്ടുകൾ നിലത്ത് വെച്ചു. ജസ എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരുന്നു എന്നാണ്. മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അദ്ദേഹം ഒരൽപ്പം മണ്ണ് വാരി ഇയാളുടെ മുഖത്തേക്ക് എറിയാൻ തുനിയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ശഅ്നുക്, എന്തു പറ്റി, എന്താണ് കാര്യം, എന്തിനാണ് നീ എറിയുന്നത് എന്ന അർത്ഥത്തിൽ ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ റഅയ്തുമുൽ മദ്ദാഹീന, ധാരാളമായി ഇങ്ങനെ പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഫഹ്തു ഫീ വുജൂഹിഹിം തുറാബ്, അവരുടെ മുഖത്തേക്ക് മണ്ണ് വാരി നിങ്ങൾ എറിഞ്ഞേക്കുക. സുബ്ഹാനല്ലാഹ്, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്. കാരണം മദ്ഹ് ചെയ്യുന്ന, ഇതുപോലെ പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ചില്ലറയല്ല. ഒന്ന്, അവനവൻ്റെ സ്വന്തത്തിന് തന്നെ പ്രശ്നം ഉണ്ടാക്കും. കാരണം കളവ് വരാൻ സാധ്യത കൂടുതലാണ്. അമിതമായി പുകഴ്ത്തൽ, പ്രശംസിക്കൽ, കളവ് കൂടിച്ചേരും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിയെ അതുകൊണ്ട് ഇയാൾ തകരാറിലാക്കും. ഇയാൾ ഇത് കേട്ട് സ്വന്തത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതം കൂറി അങ്ങനെ അയാൾ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അത്തരം പ്രവണതകൾ വിലക്കുകയാണ് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം. സഹോദരങ്ങളെ, അടുത്തതായി ആ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഫിൽ മുസ്നദി അൻ മുആവിയത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ റഹിമഹുല്ലയുടെ മുസ്നദിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണിത്. മഹാനായ സഹാബി മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വൽ മദ്ഹ ഫഇന്നഹു അദ്ദബ്ഹു, മദ്ഹിനെ, പുകഴ്ത്തലിനെ, പ്രശംസയെ നിങ്ങൾ സൂക്ഷിക്കുക. അഥവാ പരസ്പരം നിങ്ങൾ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹു അദ്ദബ്ഹു, തീർച്ചയായും അത് അദ്ദബ്ഹു, അറവാണ്, അറക്കലാണ്, അറുത്തുകളയലാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഫഇന്നഹു അദ്ദബ്ഹു, തീർച്ചയായും ഇതുപോലെയുള്ള പുകഴ്ത്തൽ, അമിത പ്രശംസ എന്നത് അറവാണ്, അറുത്തുകളയലാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അത് പറയാനുള്ള കാരണം? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒരാളെ അയാളുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നത് അയാളെ നശിപ്പിക്കലാണ്, അയാളെ നശിപ്പിക്കലാണ്. ഒരുപക്ഷെ ആ പുകഴ്ത്തൽ, പ്രശംസ മതി അയാളുടെ ദീൻ നഷ്ടപ്പെട്ടു പോവാൻ. അയാൾ അത്ഭുതത്തിലായി, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ നിർഭയത്വം ഉള്ളവനായി അങ്ങനെ ജീവിക്കാൻ ഒരുപക്ഷെ അത് കാരണമായി തീരും. ഒരു മുഅ്മിനിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ ചില ആളുകളുടെ വർത്തമാനം കൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് ഒരാളെ അറുത്തുകളയലാണ്. എങ്ങനെ? കത്തിയില്ലാതെ അറുക്കുന്ന പോലെ, ഒരാളെ കത്തിയില്ലാതെ അറുക്കുന്നത് പോലെയാണ്. ആ രൂപത്തിൽ അത്രയും ഗുരുതരമായ കാര്യമാണ്
എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എപ്പോഴെങ്കിലും ഒരാൾ അർഹതയുള്ള ഒരു വിഷയത്തിൽ മറ്റൊരാളെ പുകഴ്ത്തുക എന്നത് തെറ്റായ കാര്യമല്ല. ഉദാഹരണത്തിന് ഒരു വിഷയത്തിൽ ഫത്വ ലഭിക്കണം. അപ്പോൾ അതിന് പ്രാപ്തിയുള്ള ഇൽമുള്ള കഴിവുള്ള ഒരാളെ കാണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിലേക്ക് മടങ്ങിക്കോളൂ, അദ്ദേഹത്തോട് ചോദിച്ചോളൂ, അദ്ദേഹം ഇൽമുള്ള ആളാണ്, ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ട ആളാണ് എന്ന് പറയേണ്ട ഒരവസരം വന്നാൽ പറയുന്നത് കൊണ്ട് തെറ്റില്ല. അത്തരം സന്ദർഭങ്ങളിൽ അനുവാദമുണ്ട്. അതല്ലാത്ത പ്രശംസകൾ, അതല്ലാത്ത പുകഴ്ത്തലുകൾ, ഇനി ഒരു സ്ഥലത്ത് അത് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാർ, വലിയ വലിയ ഉലമാക്കൾ, അവരെക്കുറിച്ച് അവരുടെ മുന്നിൽ വെച്ച് അമിതമായി പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് കേട്ടാൽ അപ്പോൾ തന്നെ അവർ എതിർക്കും. ആലിമുൽ അല്ലാമ എന്നൊക്കെ പറഞ്ഞ തൊട്ടുടനെ അവർ പറയും, ഞാനൊരു താലിബു ഇൽമു മാത്രമാണ്, ഒരു മതവിദ്യാർത്ഥി മാത്രമാണ് എന്ന് മാത്രം എന്നെക്കുറിച്ച് പറയുക. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല. വലിയ മുഹദ്ദിസാണ് അദ്ദേഹം, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഫത്വ ചോദിക്കുന്നതിന് ഇടയിൽ അദ്ദേഹത്തെ ധാരാളമായി പുകഴ്ത്തി പ്രശംസിച്ചു ഒരാൾ. സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, അത് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കരയുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അല്ലാഹുവേ, ഈ ആളുകൾ പറയുന്നതിൻ്റെ കാര്യത്തിൽ നീ എന്നെ പിടികൂടരുത്. വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ, അവരറിയാത്ത തിന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ. വജഅൽനി ഖൈറൻ മിമ്മാ യദുന്നൂൻ, ഈ ആളുകൾ ധരിച്ചു വെച്ചതിനേക്കാൾ ഉത്തമനാക്കി നീ എന്നെ മാറ്റണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുന്നതായി നമുക്ക് കാണാം. ഇപ്പോഴും ആ ശബ്ദരേഖ നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നമ്മളെക്കുറിച്ച് ഒരാൾ ചെറുങ്ങനെ പറഞ്ഞാൽ മതി, അതുകൊണ്ട് നമ്മൾ പോവും. പിന്നെ കുറേ നാളത്തേക്ക് നമ്മൾ മനസ്സിലാതായിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞു, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പുകഴ്ത്തൽ അയാൾക്ക് ഒരു നേട്ടവും നൽകുന്നില്ല. അതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുക പോലുമില്ല. ചില മുൻഗാമികൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അൽ ജാഹിൽ, വിഡ്ഢിയായ അറിവില്ലാത്ത ഒരാൾ ഇതാ ഈ മനുഷ്യനാണ്. ആരാണ് അയാൾ? മൻ തറക യഖീന മാ ഇൻദഹു ലിദന്നി മാ ഇൻദൻ നാസ്, തൻ്റെ അടുക്കൽ ഉറപ്പുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന രൂപത്തിലുള്ള മനുഷ്യനാണ് എന്നൊരുവൻ ഉറപ്പുണ്ട്, എന്നിട്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ഊഹം സ്വീകരിച്ച ഒരാൾ, അയാളാണ് ഏറ്റവും പമ്പര വിഡ്ഢി, അയാളാണ് അറിവില്ലാത്തവൻ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്കറിയാം ഞാൻ ആരാണ് എന്ന്, എൻ്റെ ജീവിതം എന്താണെന്ന്, എൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ പുറമേക്ക് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾ എന്നെ പുകഴ്ത്തുമ്പോൾ ഇതൊക്കെ ഞാൻ മറന്നിട്ട് അതിൽ അവലംബിക്കുക എന്നത് വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് സലഫുകൾ, മുൻഗാമികൾ പറയാറുള്ളത്. ആരെങ്കിലും അവരെക്കുറിച്ച് പുകഴ്ത്തിയാൽ, പ്രശംസിച്ചാൽ, ഇത് സഹോദരങ്ങളെ വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ ആരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞതിൻ്റെ ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മദ്ഹ് നിങ്ങൾ സൂക്ഷിക്കുക. അത് സ്വന്തത്തെ ആയാലും മറ്റുള്ളവരെ ആയാലും. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലാണ് പ്രശംസയുള്ളത്. ഒന്ന് അവനവൻ പുകഴ്ത്തൽ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ പുകഴ്ത്തൽ. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന തസ്കിയത്താണ്. ഈമാൻ കൊണ്ട്, അമലു സാലിഹാത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വിശുദ്ധിയാണ്, പുകഴ്ത്തലാണ്, പ്രശംസയാണ്. അത് സ്തുത്യർഹമായ കാര്യമാണ്. അതുകൊണ്ട് ആ ഗണത്തിൽ പെടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തത്തെ ആവട്ടെ മറ്റുള്ളവരെ ആവട്ടെ ഇതുപോലെ പുകഴ്ത്തുക, അമിതമായി പ്രശംസിക്കുക എന്നത് പാടില്ലാത്തതാണ്. അത്തരം പുകഴ്ത്തലിൻ്റെ, പ്രശംസയുടെ ആളുകളുടെ മുഖത്തേക്ക് മണ്ണുവാരി എറിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത അധ്യായം അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.
മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.